എൻ്റെ പേര് ടോംസൺ വർഗീസ്. ഞാൻ എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള സെൻറ്റ് തോമസ് ഇടവകയിലെ അംഗമാണ്. ഞാനൊരു 7 വർഷമായിട്ട് വലിയൊരു കേസിൽപ്പെട്ട് വിഷമിക്കുകയായിരുന്നു. ഞാനൊരു പലിശക്കാരി സ്ത്രീയോട് 7 ലക്ഷം രൂപ പലിശയ്ക്ക് മാസം 3% പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. പിന്നീടത് മുഴുവൻ കൊടുത്തു തീർക്കുകയും അതിൻ്റെ പലിശയടക്കം മുഴുവൻ എമൗണ്ടും അത് കൊടുത്തു തീർത്തു. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് അവർ വാങ്ങിയിരുന്ന എൻ്റെ ഒപ്പിട്ട 3 ചെക്കുകളിൽ ഒന്ന് കാണുന്നില്ല. അത് കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു പോകുന്നതാണ്. അതിനുശേഷം 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭർത്താവ് ഞാൻ 4 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ് കോടതിയിൽ കൊടുക്കുകയും ഇപ്പോൾ 7 വർഷമായിട്ട് ഞാനതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ മാസം 3-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളിൽ ഏറ്റവും ആദ്യത്തെ നിയോഗം ഇതായിരുന്നു: അമ്മേ, എന്നെ രക്ഷിക്കണമേ, ഇതൊരു കള്ളക്കേസാണ് എന്നമ്മയ്ക്കറിയാമല്ലോ. എനിക്ക് നീതി നടത്തി തരണമേ, സത്യത്തെ വിജയിപ്പിക്കണമേ എന്നാണ്. ഇന്ന് ഈ മംഗളവാർത്താ ദിനമാണ്. ആ കേസിൽ വിധിയുണ്ടായത്. ഞാൻ കുറ്റക്കാരനല്ല എന്ന് കണ്ട് കോടതി എന്നെ നിരുപാധികം വിട്ടയച്ചു. എൻ്റെ വക്കീൽ ഞാൻ തോറ്റുപോകും, അതുകൊണ്ട് ജാമ്യക്കാരെയൊക്കെ കൂട്ടി വരണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാൻ ജാമ്യക്കാരെയൊക്കെ കൂട്ടിയാണ് ഇന്ന് കോടതിയിലെത്തിയത്. പക്ഷെ അമ്മ എന്നെ കൈവിട്ടില്ല. അങ്ങനെ അമ്മ മൂലം ഞാൻ കൊടുക്കാനില്ലാത്ത പണം കൊടുക്കാതെ അമ്മ എന്നെ രക്ഷിച്ചു. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ മകൻ ബാംഗ്ലൂർ നിഫ്റ്റിൽ പഠിക്കുകയായിരുന്നു. ഫാഷൻ ഡിസൈനർ കോഴ്സിന് പഠിക്കുകയായിരുന്നു. അവന് ആ കോഴ്സിൻ്റെ പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയുള്ളൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ അവൻ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. അതിനിടെ ഒരു ദിവസം അവൻ 4-ാം നില ടെറസിൻ്റെ മുകളിലാണ് ഒരു തുണിയൊക്കെ ഉണങ്ങാനിടുന്നത്. അതൊക്കെ എടുക്കാൻ പോയ സമയത്ത് കാല് വഴുതി 4-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. അതിൽ തല ചെന്നടിച്ചത് താഴെ അവരുപേക്ഷിച്ചിരുന്ന ഒരു ആട്ടുകല്ലിലാണ്, പഴയൊരു ആട്ടുകല്ലിലാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവൻ്റെ മുഖമൊക്കെ വല്ലാതെ വികൃതമായിരിക്കുകയായിരുന്നു. ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ അവൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ തൈലം തൊട്ട്, ഇവിടുത്തെ ഉടമ്പടി തൈലം തൊട്ട് അവൻ്റെ മുഖത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തേനും ഉപയോഗിച്ച് അവന് അത് കഴിക്കാൻ കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ, ആർക്കും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ മനസ്സിലാകത്തില്ല, അതേ രീതിയിൽ അവനെ മാതാവ് സുഖപ്പെടുത്തി. മൂന്നാമത്തെ കാര്യം, എൻ്റെ മകൾ +2 പഠിക്കുമ്പോൾ
അവൾ തല്ലുഴപ്പായിരുന്നു, മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. അവളെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ഭയപ്പെട്ടു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മ അവൾക്ക് ഉന്നതമായൊരു വിജയം നൽകി +2 പരീക്ഷയിൽ അനുഗ്രഹിച്ചു. ഈ 3 കാര്യങ്ങളാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. കർത്താവിന് നന്ദി പറയട്ടെ. 1000 നന്ദി. ഈ സാക്ഷ്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 7 വർഷമായ കോടതി കേസാണ്. ഇപ്പം ഇത് പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ചെക്ക് കേസ് അത് നോർമലി അറസ്റ്റ് സംഭവിക്കാവുന്നതാണ്. അത് വക്കീൽ പറയുകയും ചെയ്തു, ജാമ്യക്കാരെയും കൂട്ടി വേണം വരാനെന്ന്. പക്ഷേ മാർച്ച് 3-ാം തീയതി വന്ന് ടോംസൺ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അമ്മ നിൻ്റെ കൂടെ വരികയാണ്. ഞാൻ നിൻ്റെ കൂടെ വരികയും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പുറപ്പാട് 33:14 ഉടമ്പടി എന്ന സംവിധാനം പ്രഘോഷിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, പരിശുദ്ധമ്മ അഭിഭാഷകയാണ്. ജാമ്യക്കാരുമായിട്ട് തന്നെയാണ് ടോംസൺ ചെന്നത്. പക്ഷേ അഭിഭാഷകയായ അമ്മ, അതും അമ്മയുടെ മംഗലവാർത്തനത്തിൽ അമ്മ പറഞ്ഞു, ടോംസൺ റിലീസ്ഡാണ്, കുറ്റവിമുക്തനാണ്. ഇപ്പം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ചെക്ക് കേസ് ഫയൽ ചെയ്തിരുന്നതാണ്. ഇതാണ് ഉടമ്പടിയുടെ ഒരു അഭിഷേകം. ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു അദൃശ്യ ശക്തി കൂടെ ഉണ്ടാകും, ഒരു അജ്ഞാത ശക്തി കൂടെ ഉണ്ടാകും. അതാണ് ലൂക്ക 1:49, ദൈവം ശക്തനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇതിനെ താഴെ വീണ് 4-ാം നില തല വീഴുന്ന മകൻ ഓപ്പറേഷനൊക്കെ, പക്ഷേ അവൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ, അവനെ എഴുന്നേൽക്കാനോ അവൻ്റെ ആരോഗ്യത്തിനൊന്നും സ്വസ്ഥമല്ല. അപ്പോൾ ടോംസൺ അത് ഉടമ്പടിയിൽ വയ്ക്കും മാത്രമല്ല, ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കർത്താവ് അനുഗ്രഹിച്ചു, സൗഖ്യപ്പെടും. ഒരു പാടുപോലുമില്ലാത്ത സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവരെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഉടമ്പടിയിൽ ഒരു പക്ഷേ നിയോഗം വെച്ചിട്ടുണ്ടാകാം, ഓൺലൈനിൽ വെച്ചിട്ടുണ്ടാകാം, ലൈറ്റൊക്കെയല്ല, അത് ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നിട്ടത് നിയോഗാർത്ഥം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ ടോംസനെ ആശീർവദിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ നിയോഗങ്ങളെ സ്പർശിക്കും. ഉടമ്പടി ചെയ്താൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവകരം കുറുകിയിട്ടില്ല. നീ വിശ്വസിക്കണം. ഉടമ്പടി ചെയ്താൽ ഉടനടി അനുഭവമാണ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.